പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മെയ് മാസം 7-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ, അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഉണരുവാൻ കർത്താവ് തന്ന കൃപകൾക്കായിട്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക. ഏറ്റവും ശ്രേഷ്ഠകരമായിട്ട് ഈ പകൽക്കാലം നമ്മുടെ കർത്താവ് ജയോത്സവമായി നടത്തുന്നതിന് കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകുവാൻ ഈ ഭൂമിയിൽ കഷ്ടം അനുഭവിച്ച്, ആമേൻ, നിന്ന സഹിച്ച്, നമുക്ക് വേണ്ടി മരിച്ച്, നമുക്ക് വേണ്ടി അടക്കപ്പെട്ട്, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിനെ ആ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യേശുവ, അങ്ങേക്ക് നന്ദി. അങ്ങ് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമാകിയാൽ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു, താങ്ക് യു ലോർഡ്, താങ്ക് യു. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ പരിപാലിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ കരുതലിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയെ അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം അത് അനുഗ്രഹത്തിനും ആമേൻ ആമേൻ ഉണർവിനും ഒക്കെ കാരണമായല്ലോ. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സങ്കീർത്തനക്കാരൻ ആമേൻ ഇങ്ങനെ പറയുന്നത്. 9-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, 140-ാം സങ്കീർത്തനം പറയുന്നു, 6-ാമത്തെ വാക്യം, അങ്ങ് എൻ്റെ ദൈവം എന്ന് ഞാൻ യഹോവയോട് പറഞ്ഞു. യഹോവേ, എൻ്റെ യാചനകളെ കേൾക്കണമേ. അതിൻ്റെ 13-ാമത്തെ വാക്യം, അതേ, നീതിമാന്മാർ കർത്താവിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യും, നേരുള്ളവർ കർത്താവിൻ്റെ സന്നിധിയിൽ വസിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ആമേൻ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. മെയ് മാസം 7-ാം തീയതി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇത് അനുഗ്രഹത്തിൻ്റെ ദിവസമെന്നും ദൈവിക പ്രവർത്തികളുടെ ദിവസമെന്നും നന്മകളുടെ ദിവസമെന്നും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. ഇവരുടെ ജീവിതത്തിൽ ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. ദൈവിക നന്മകളെ നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ദിവസമായി മാറട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും രോഗമുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയോ ഡോക്ടർമാർ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്കൊന്ന് കൈവച്ചാട്ടെ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ ഇവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവർ എവിടെ കൈവച്ചിരിക്കുന്നു അവിടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. എന്ത് രോഗമുണ്ടെന്ന് പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു, അതിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യം കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, ദീർഘായുസ് കൊടുത്ത്, നന്മ കണ്ട് മുന്നേറുവാൻ തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കണം. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് കർത്താവ് വിടുവിക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് പഠിക്കുവാനുള്ള ജ്ഞാനവും ബുദ്ധിയും കൊടുക്കണം. കർത്താവേ, ഞങ്ങളുടെ യൗവനക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് ദൈവിക വഴിയിൽ യാത്ര ചെയ്യട്ടെ. അവർ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. അവരെ തെറ്റിച്ച് കളയുവാനുള്ള എല്ലാ ഇൻഫ്ലുവൻസുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറി കർത്താവെ, അവർ ദൈവകൃപയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് ഇടവരുത്തണം. അവർ കർത്താവിൻ്റെ കയ്യിലെ ആയുധങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് നാളത്തെ സഭായോഗം ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി അങ്ങ് തീർക്കുന്നതിന് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ
ജീവിതത്തിൽ പ്രത്യേകമായി ഓവർഫ്ലോ ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങളുടെ ഇന്നത്തെ ദിവസം നാളത്തെ സഭായോഗത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. സഭായോഗം അനുഗ്രഹമായി തീരുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേഗത്തിൽ ഇന്നത്തെ തിരുവെഴുത്തിലേക്ക് പോകാം. ആമേൻ. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആമേൻ. അവിടെ ഇങ്ങനെ പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് തങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. നിങ്ങളെല്ലാവരും എന്നോട് കൂടെ പറയണം കേട്ടോ. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ നിന്നുള്ളിടത്ത് എന്നിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ ആമേൻ എന്നിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് ഈ മർത്യ ശരീരത്തെയും ജീവിപ്പിക്കും. വിശ്വാസമുണ്ടെങ്കിൽ ആമീൻ പറഞ്ഞാട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ വസിക്കുന്നത് ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകും. ആമേൻ. കരമുയർത്തി ആമീൻ പറ. എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്നു. ആമേൻ. അപ്പം ദൈവത്തിൻ്റെ ആമേൻ സെയിം സ്പിരിറ്റ്, അതായത് യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവാണ് നമ്മുടെ അകത്തും ഇന്ന് വസിക്കുന്നത്. ആ ബോധ്യം നമുക്കുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഉയർപ്പിൻ്റെ ശക്തിയാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ആമേൻ ഈ ഉയർപ്പിൻ്റെ ശക്തി നമ്മുടെ ഈ കൂടാരത്തിൽ വ്യാപരിക്കുമ്പോൾ ഡിവൈൻ സ്വർഗീയ ആരോഗ്യം അല്ലെങ്കിൽ ദൈവിക ആരോഗ്യം, ദൈവിക ബലം, ദൈവികമായ വൈറ്റാലിറ്റി എല്ലാം നമ്മുടെ അവകാശമായി മാറുകയും. കാരണം എന്നാ? ദൈവത്തിൻ്റെ ആത്മാവ്, യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവാണ് നമ്മുടെ ഉള്ളിലും വസിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് നോക്കി, നമ്മളിൽ ആ ദൈവാത്മാവ് വസിക്കുമ്പോൾ വെറുതെ ഇരിക്കുകയാണോ? അല്ല, നമ്മളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, നമ്മളിലും അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, ഈ ഒരു റെവലേഷൻ അകത്ത് അനേക രോഗങ്ങൾ സൗഖ്യമായിട്ടുണ്ട്. ആമേൻ. യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് എന്നിൽ വസിക്കുമ്പോൾ രോഗത്തിൻ്റെ ശക്തികൾക്ക് എന്നിൽ വസിക്കുവാൻ കഴിയത്തില്ല എന്ന ബോധ്യം കയറി വന്നപ്പോൾ അനേക രോഗങ്ങൾ, ബ്ലഡ് പ്രഷറുകൾ, ആമേൻ ആമേൻ തൈറോയിഡിൻ്റെ പ്രോബ്ലങ്ങൾ, അതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൗഖ്യമായത് എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്ത് നമുക്കൊരു ഫെയ്ത്ത്, വിശ്വാസമുണ്ടാകണം. എൻ്റെ അകത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ ദൈവാത്മാവ് യേശുവിനെ ഉയർപ്പിച്ച ദൈവാത്മാവാണ്. എൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഞാൻ പരാജയമല്ല. ഞാൻ ആമേൻ ഒന്നിനും കീഴ്പ്പെടേണ്ട അല്ലെങ്കിൽ അടിമപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ഒരു രോഗത്തിനും എന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഒരു ഇഷ്യൂസിനും എന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം എൻ്റെ അകത്തിരിക്കുന്നത് യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവാണ്. ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ വരട്ടെ. അപ്പം എന്നാ ചെയ്യേണ്ടത്? അത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം? ഇത് നമ്മൾ വിശ്വാസത്താൽ, ആമേൻ, വിശ്വാസത്താൽ നമ്മൾ പറയുമ്പോഴാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ആകുന്നത്. വിശ്വാസത്താൽ പറയും. വെറുതെ ഇങ്ങനെ നമ്മൾ പല കൺഫെഷനുകളും പ്രൊക്ലമേഷൻസും ഒക്കെ നടത്തുന്നത് ഒരു ബോധവുമില്ലാതെ നമ്മളങ്ങ് പറയുക, അങ്ങനെയല്ലോ. വിശ്വാസത്താൽ. ഇന്നലെ ഞാൻ പറഞ്ഞു, സഭ മീറ്റിങ്ങിൽ പറഞ്ഞു, അതായത് യേശുവിൻ്റെ കല്ലറയിലേക്ക് നോക്കണം. യേശുവിൻ്റെ കല്ലറ ഇന്നും തുറന്നിരിക്കുന്നു. യേശുവിൻ്റെ കല്ലറ തുറക്കാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആമേൻ യേശുവിനെ ഉയർപ്പിക്കുന്ന പൈശാചിക മണ്ഡലം എല്ലാം നിർത്തുന്നു. ആമേൻ തീരുമാനമെടുത്തു. പക്ഷേ ഈ ദൈവത്തിൻ്റെ ആത്മാവ് കല്ലറയ്ക്കകത്തേക്ക് വ്യാപരിച്ചു, യേശുവിലേക്ക് വ്യാപരിച്ചപ്പോൾ യേശു എന്ത് ചെയ്തു? യേശു കല്ലറയ്ക്കകത്തു നിന്ന് ഉയർന്നു വന്നു. ആമേൻ. കല്ലറയ്ക്ക് പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, പൂട്ടുകൾക്ക് പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല, മുദ്രകൾക്ക് പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല, കല്ലുകൾക്ക് പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല, ആമേൻ സാമ്രാജ്യത്തിന് പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. യേശു പുറത്തു വന്നെങ്കിൽ ആമേൻ ഇതേ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മളും വിശ്വാസത്താൽ ഡിക്ലെയർ ചെയ്യണം, ഒന്നിനും എന്നെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല, ഞാൻ പുറത്തു വരിക തന്നെ ചെയ്യും. ഭയത്തിന് എന്നെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല, നിരാശയ്ക്ക് എന്നെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല, ദാരിദ്ര്യത്തിന് എന്നെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. രണ്ട്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. ഏത് വിഷയത്തിൻ്റെ മുമ്പിലും പറയണം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് എന്നിൽ വസിക്കുന്നു. യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് എന്നിൽ വസിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ എൻ്റെ സോഴ്സ്, എൻ്റെ ബലം, എൻ്റെ ശക്തി വേറെ എങ്ങൊന്നുമല്ല വരുന്നത്, എൻ്റെ അകത്ത് ഈ ദൈവാത്മാവ് വസിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ. എന്നോട് ചേർന്നെന്ന് പറഞ്ഞ് എൻ്റെ ശരീരം ജീവൻ പ്രാപിക്കുക. ആമേൻ. എങ്ങനെ? ഈ ഉയർപ്പിൻ്റെ ശക്തിയാൽ. ഒന്നുകൂടെ പറഞ്ഞ്, എൻ്റെ ശരീരം ജീവൻ പ്രാപിക്കുന്നു. എങ്ങനെ? ഉയർപ്പിൻ്റെ ശക്തിയാൽ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞ്, എൻ്റെ ശരീരം ആമേൻ ജീവൻ പ്രാപിക്കുന്നു. എങ്ങനെ? ഈ ഉയർപ്പിൻ്റെ ശക്തിയാൽ. ഇനി ഒരു കാര്യമാണ് ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് വന്നത് ആമേൻ ആമേൻ നോട്ട് ഓൺലി ഫോർ സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ആമേൻ ആമേൻ ആത്മീകമായ അനുഭവങ്ങൾക്ക് മാത്രമല്ല, ഹി എനർജൈസ്
എനർജൈസ് ആസസ് യുവർ സ്പിരിച്വൽ ലൈഫ്. നമ്മുടെ ഫിസിക്കൽ ലൈഫിനെ എനർജൈസ് ചെയ്യും, നമ്മുടെ ശരീരത്തെയും ബലപ്പെടുത്തും. നിങ്ങൾ വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് ഇന്ന് മുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് മുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. പറയണം, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തെയും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? എനർജൈസ് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ ഈ വചനം വെളിപ്പാടായി കയറട്ടെ. ഇവരുടെ സകല ഏരിയകളിലും പരിശുദ്ധാത്മാവിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകട്ടെ. അവരുടെ ശാരീരികം ഈ ഫിസിക്കൽ ബോഡി ഇപ്പോൾ എനർജൈസ്ഡ് ആകട്ടെ. പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശങ്ങൾ അനുഗ്രഹമാകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2, നിങ്ങൾ ഈ മെസ്സേജ് ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് നിങ്ങളെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ. നാളെ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ വേണം പങ്കെടുക്കുവാൻ കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറയാം, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.